21ാമത് നെഹ്റു ട്രോഫി ജലമേളയാണ് ഇന്ന് പുന്നമടക്കായലിൽ നടക്കുന്നത്. സമയത്തിനകം തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളുടെയാകും തുടക്കം. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങൾ പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങാം. വൈകുന്നേരം 4ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കാം. പുന്നമടയിലെ ആവേശ പോരാട്ടം പ്രേക്ഷകരിലെത്തിക്കാൻ ജനം ടിവിയും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റിന് സമീപത്ത് നിന്നും സുധീഷ് ഗോപാൽ, അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം സുധീഷിലേക്ക്. സുധീഷ്, അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. എത്രത്തോളം ആവേശമാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആവേശം അതുതന്നെയാണ് ഈ പുന്നമടയുടെ ഓളങ്ങളിൽ ഈ കാണുന്നത്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാത്തിരിപ്പ്. എന്തായാലും ഓരോ കരക്കാരും വലിയ പ്രതീക്ഷയോടെ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ്. സ്വർണ്ണ കപ്പടിക്കുക, നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പറഞ്ഞ് ആ കപ്പടിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നത്തോടെയല്ലേ കാത്തിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിൽ എൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയല്ലേ. ഇപ്പോൾ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഏതാണ്ട് 40 ദിവസം നീളുന്നത്. പലപ്പോഴും ചമ്പക്കുളം ജലോത്സവത്തിന് തുടങ്ങിയാൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ നെഹ്റു ട്രോഫി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പരിശീലനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ രീതിയിലുള്ള ഓരോ ടീമുകളും സുസജ്ജമായി തന്നെയാണ് നെഹ്റു ട്രോഫിക്കായി പുന്നമടയിലേക്ക് എത്തുന്നത്. അതിൽ ചെറുവള്ളങ്ങൾ പോലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെയാണ് വരുന്നത് എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തന്നെ വലിയ കാണികളുടെ കൂട്ടം തന്നെയാണ്. അത് അല്പസമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം വരും. ഇവർ UBC കൈനകരിയുടെ ആരാധകരാണ്. തലവടി ചുണ്ടനിലാണ് ഇപ്രാവശ്യം അവർ തുഴഞ്ഞെത്തുന്നത്. വലിയ പ്രതീക്ഷയോടെ അവർ ഈ നെഹ്റു ട്രോഫിയെ കാണുകയാണ്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ടീം കൂടിയാണ് UBC കൈനകരി. 12 തവണയാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ളത്. ശക്തരായ ടീമാണ്. കൈനകരിയിൽ നിന്ന് തന്നെയുള്ള തുഴച്ചിൽക്കാരാണ്. അത് അതിശക്തമായ വലിയ പ്രതീക്ഷയോടെ കാണും. എത്രത്തോളം പ്രതീക്ഷയാണ്? 100% പ്രതീക്ഷയുണ്ട്. 100% പ്രതീക്ഷയുണ്ട്. നമുക്കുണ്ട്. ട്രയലൊക്കെ കണ്ട് എല്ലാ ട്രയലും കണ്ടാണ്. ട്രാക്ക് എൻട്രി അടക്കം കണ്ട്. തലവടി ചുണ്ടൻ മാത്രമല്ല ബാക്കിയുള്ള വള്ളങ്ങളും അതേപോലെയുള്ള നല്ല മെച്ചമായ തുഴച്ചിക്കാരാണ്. ശക്തമായ ഒരു പോരാട്ടം തന്നെ ഇക്കുറി 3 ഹീറ്റ്സിൽ അതിശക്തമായൊരു പോരാട്ടം ഉണ്ടാവും ഉറപ്പായിട്ടും. ആ ഹീറ്റ്സിൽ നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തിയോടൊപ്പമാണ് മത്സരിക്കുന്നത്. അവിടെ ഒന്നാമതെത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും പ്രതീക്ഷയുണ്ട്. ഏറ്റവും കുറഞ്ഞ റെക്കോർഡ് ഇടുക ടൈം. റെക്കോർഡ് ഈ പ്രാവശ്യം ഉറപ്പായിട്ടും UBC തിരിച്ച് ആ UBC കൈനകരിയുടെ കരുത്തും കഴിവും ഇവിടെ കാണിച്ചിരിക്കും. എങ്ങനെയുണ്ട് പ്രതീക്ഷ? ബിഹാർ വലിയ ആവേശത്തോടെയാണ് പ്രതീക്ഷയാണ്. ഈ ഒരു കരക്കാർ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ അഭിമാന പോരാട്ടം കാണാനായിട്ട്. എവിടെ നിന്നാണ് വരുന്നത്? നോർത്ത് പറവൂര് ഗോതിരുത്തുന്ന സ്ഥലമാണ്. ഞങ്ങൾ C ഗ്രേഡിലെ ക്യാപ്റ്റന്മാരൊക്കെയാണ്. ഇത് മറ്റേ സെൻറ്റ് സെബാസ്റ്റ്യനിലെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ ഗോതിരുത്ത് വഞ്ചിയുണ്ട്, ഗോതിരുത്ത് പുത്രനുണ്ട്, താനീൻ, ഇതെല്ലാം ഞങ്ങളുടെ അവിടെ പറവൂർ ഏരിയ, തിരുത്തിപ്പുറം, ഗോതിരുത്ത്, ഇതൊക്കെ ഞങ്ങളുടെ ആ ഏരിയകളിലാണ്. ആവേശം അതിന്റെ അവസാനം ഭയങ്കര ആവേശം. കട്ട വലിയാണ്, കട്ട പെർഫോമൻസ് ആണ്. ഞങ്ങൾ 8 മണിക്കൂർ എത്തിയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ സീറ്റ് പിടിച്ചേക്കാണ്. ഈ നാടിനെ സംബന്ധിച്ചോളം ഈ ഒരു വള്ളംകളി എന്നത് ഒരു ഹൃദയ വികാരമായി എടുക്കുന്ന ഒരു നാടാണ്. അങ്ങനെ ഒരു ആവേശത്തിലേക്ക് എത്തുന്നു. ആ ചങ്കിലാണ് വള്ളംകളി. വാക്കിൽ പറഞ്ഞു തീർന്നു. അതെ, വള്ളംകളി ഉയർ. ഞങ്ങൾ അത് തന്നെയാണ്. എങ്ങനെയാണ്? സെന്റ് സെബാസ്റ്റ്യൻ, ഗോതിരുത്ത് പുത്രൻ, ഗോതിരുത്ത് 3 വഞ്ചിയുണ്ട്. മനക്കിൽ നിന്ന് പറഞ്ഞ വഞ്ചിയാണ് സെന്റ് സെബാസ്റ്റ്യൻ വഞ്ചിയായതിപ്പോൾ. തീർച്ചയായും നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇന്നത്തെ ദിവസം ഈ പുന്നമടയിലെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ആവേശം തന്നെയാണ്. ഇതിൽ കൂടുതൽ പ്രതികരണത്തിൽ ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടരുന്ന മേപ്പാടം ചുണ്ടൻ വലിയ പ്രതീക്ഷയാണ്. മേപ്പാടത്ത് നിന്ന് ഒരു ആരാധകൻ എത്തിയിട്ടുണ്ട്. എങ്ങനെ, എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷയാണ്. എങ്ങനെ, വഞ്ചിപ്പാട്ടൊക്കെ പാടുവോ? രണ്ടുപേരും പാടാവോ? കൂടെ പാടാം. അർജുനനും തിരിച്ചു വേഗാരങ്ങൾ അർജുൻ
തൻ പാത പാഞ്ചജന്യന്തരുതരെ മുഴകി പാതനും കൃഷ്ണൻ തീർച്ചയായും ഇത് തന്നെയാണ്. എന്തായാലും ആവേശത്തിന്റെ ഒരു നടുവിലൂടെ തന്നെയാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് എത്തുന്നത്? വള്ളംകളി കാണാൻ എത്തുന്നതാണോ? ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്, ആലപ്പുഴ തന്നെ ഉള്ളതാണ്. വാസുദേവ കൈതോഴുന്നേ ഭൂതേനയെ കൊല വാസുദേവ കൈതോഴു എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഇത്. ഓരോ കരക്കാർക്കും ആ വള്ളം ജയിക്കണം എന്ന ഒരു പ്രാർത്ഥനയോടെ എത്തുമ്പോൾ ഈ ഓരോ തുഴച്ചിൽക്കാരെയും ആവേശം കൊള്ളിക്കുന്നത് ഇത് തന്നെയാണ്. വലിയ പ്രതീക്ഷയോടെ അവർ കാണുന്നു. എന്തായാലും ആ ആവേശം എല്ലാ കരകളിലും എല്ലാ ഇടങ്ങളിലും ആവേശം തന്നെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വയനാട്ടുകാരിയാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഈ വള്ളംകളി കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. എങ്ങനെയുണ്ട് ഒരു ആവേശം? എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളിയല്ലേ? തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, വള്ളം വന്നു തുടങ്ങിയില്ല. ഏതെങ്കിലും ഒരു വള്ളത്തിന്റെ ഫാനായിട്ടുണ്ടോ? ആ, നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടന്റെ ഫാൻ ആയതുകൊണ്ടാണ് വള്ളംകളി കാണാൻ വന്നത്. കപ്പടിക്കും പിന്നെ ഉറപ്പല്ലേ? എവിടുന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഈ ഒരു ആവേശം? ഞാൻ പാലക്കാട് നിന്നാണ്. വള്ളംകളി ആദ്യമായിട്ടാണോ കാണാൻ വരുന്നത്? എങ്ങനെയാണ്? ആദ്യമായിട്ടാണ്. ആലപ്പുഴ വന്നിട്ടുണ്ട്, പക്ഷെ വള്ളംകളി മത്സരങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് എങ്ങനെയുണ്ട് ഒരു ആവേശം? എങ്ങനെയാണ്? അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആണ്. അത് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ആവേശത്തിലേക്ക് ഈ പുന്നമട ഒന്നാകെ കിടക്കുകയാണ്. എന്തായാലും 11 മണിയോടെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുകയാണ്. അതിനായി ഇങ്ങനെയുള്ള അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വള്ളംകളി. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം, അത് കഴിഞ്ഞാൽ ചെറുവള്ളങ്ങളുടെ ഫൈനൽ, പിന്നീടാണ് ആരാണ് വെള്ളിക്കപ്പിൽ മുത്തമിടുക എന്നറിയുന്നതിനുള്ള ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുക. ഇത്തവണ പ്രത്യേകതയുണ്ട്, 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ 6 ഹീറ്റ്സ് ഉണ്ട്. മുൻവർഷങ്ങളിലൊക്കെ 4 ഹീറ്റ്സിൽ പൂർത്തിയായിരുന്ന നെഹ്റു ട്രോഫി ജലമേളയിലെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഇപ്രാവശ്യം 6 ഹീറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ മത്സരം അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും 5:30-ക്കുള്ളിലെങ്കിലും തീർക്കും എന്ന് പ്രതീക്ഷിക്കുക. അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ ജലോത്സവ പ്രേമികളും. ഓരോ കരയിൽ നിന്നുള്ള ആവേശം അതെല്ലാം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു ആവേശം ഇനിയും ആരാണ് വെള്ളിക്കപ്പിൽ മുത്തമിടുക എന്നറിയുന്നത് വരെയും നീണ്ടു നിൽക്കും എന്നത് തന്നെയാണ്. ഒരു തളർച്ചയും ഇല്ലാതെ ആവേശവും ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുമായി ഇവിടമെല്ലാം ഒരു ആവേശ തിരയിളക്കം തന്നെയായിരിക്കും കാണാൻ കഴിയുക. ശരി, അരുൺ കൊടുങ്ങൂരുമൊപ്പം സുധീഷ് ഗോപാലുമാണ് ആവേശ കാഴ്ചയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.